السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. اللهم اغفر لنا ورحمنا ولوالدينا ولمشائخنا ولجميع المؤمنين والمؤمنات. الله سبحانه وتعالى നമ്മെല്ലാവരെയും സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനം ഒരു സ്വാലിഹായ അമലായി ഉപകാരമുള്ള ഇൽമായി നമ്മിൽ നിന്ന് പൊരുത്തപ്പെടട്ടെ. സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അടിമ സ്ത്രീകളുടെയും അടിമകളുടെയും അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്നും പറയാനുള്ളത്. കുറച്ചത് പറഞ്ഞാൽ പിന്നെ നമ്മൾ മഹറിൻ്റെ പാഠത്തേക്ക് പ്രവേശിക്കുക ചെയ്യാം. വഹല്ലലി മുസ്ലിമിൻ ഹുറിൻ വത്ഉ അമതിഹിൽ കിതാബിയത്തി. അടിമ സ്ത്രീയെ നിക്കാഹ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിക്കാഹ് ചെയ്യാതെ സ്വന്തം അടിമയെ മറ്റൊരാളുടെ അടിമ സ്ത്രീയെ വിവാഹം ചെയ്യാതെ സ്വന്തം ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീയെ ഒരാൾക്ക് വത്ത് ചെയ്യാം. അൽ കിതാബിയത്തി, മുസ്ലിമത്തനാവണമെന്നല്ല, കിതാബിയത്തായ, വേദങ്ങളിൽ വിശ്വസിക്കുന്ന. പക്ഷേ അതിൽ വസനീയത്തി വൽ മജൂസിയത്തി, വസനീയത്ത് ബിംബാരാധന നടത്തുന്നവരെ പറ്റില്ല, വൽ മജൂസിയത്തി അഗ്നി ആരാധകരെയും പറ്റില്ല. മുസ്ലിമായ ആളെ മാത്രമല്ല, മുസ്ലിമല്ലാത്ത ക്രിസ്തീയ ജൂത സ്ത്രീകളെയും നിക്കാഹ് ചെയ്യാൻ പറ്റും, സ്വതന്ത്ര സ്ത്രീകളെയും നിക്കാഹ് ചെയ്യാൻ പറ്റും എന്നാണല്ലോ നിയമം. നിബന്ധന ഉണ്ട്. ഇവിടെ അതുതന്നെയാണ് വത്ത് ചെയ്യുന്നിടത്തും. തത്തിമത്തുൻ, ഇനി അടിമയോട് കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു, കല്യാണം ചെയ്യാൻ വേണ്ടി യജമാനൻ ആവശ്യപ്പെട്ടാൽ, അടിമൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് സ്വത്തൊന്നും ഉണ്ടാവില്ലല്ലോ, എന്നാലും അയാളുടെ ഭാര്യയ്ക്ക് ചിലവ് കൊടുക്കേണ്ട ഉത്തരവാദിത്വവും മഹർ കൊടുക്കേണ്ട ഉത്തരവാദിത്വവും യജമാനനില്ല. അയാൾ അധ്വാനത്തിന് കൊടുക്കണം. തത്തിമത്തിന് ഒരു പൂർത്തീകരണമാണ്. ലാ യദ്മനു സയ്യിദുൻ ബിഇദ്നിഹി ഫി നിക്കാഹി അബ്ദിഹി. നിക്കാഹ് ചെയ്യാൻ അടിമക്ക് സമ്മതം കൊടുത്ത യജമാനൻ ഉത്തരവാദിയാകുന്നതല്ല മഹ്റൻ വല മുഅനത്തൻ, ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള മഹറിനോ ചെലവിനോ ഉത്തരവാദിയാകുന്നതല്ല. വൈൻ സുരിത ഫീ ഇദ്നിഹി ലമാൻ, സമ്മതം കൊടുത്തപ്പം ഉത്തരവാദിയാകണമെന്ന് നിബന്ധന പറഞ്ഞിരുന്നെങ്കിൽ പോലും അതൊക്കെ ബല്യക്കുനാനി ഫീ കസ്ബി, അതൊക്കെ അടിമയുടെ അധ്വാനത്തിലാണ് ആവുക. പിന്നെ വഫീ മാലി തിജാറത്തിൻ അദീന ലഹു ഫിഹ, അതുപോലെ തന്നെ അവന് കച്ചവടം ചെയ്യാൻ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കച്ചവട സ്വത്തിൽ നിന്ന് എടുത്തിട്ടാണ് അത് രണ്ടും ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ജോലിയില്ല, അങ്ങനെ കച്ചവടം ചെയ്യാൻ സമ്മതം കൊടുത്തില്ലെങ്കിലോ, ഫൈസുമ്മ ഇല്ലം യകുൽ മുക്തസിബൻ, ജോലിയുള്ളവനല്ല, വലാ മഅ്ദൂനൻ, കച്ചവടവും ബിസിനസ്സും ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടവനുമല്ലെങ്കിൽ, ഫഹുമാ മഹുറും, പെണ്ണിൻ്റെ ചെലവും, ഫീ ദിമ്മത്തിഹി ഫഖത്ത്, അടിമയുടെ ഉത്തരവാദിത്വത്തിൽ കിടക്കും. അടിമയുടെ ഉത്തരവാദിത്വത്തിൽ കിടക്കും. എപ്പോഴാണോ അടിമ അധ്വാനിച്ചുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അടിമത്വത്തിൽ നിന്ന് മോചിതനാകുന്നത് അപ്പോൾ കൊടുക്കേണ്ടി വരും. അതുവരെ ഏതുപോലെയെന്ന് വെച്ചാൽ, കല്യാണം നടത്താൻ വേണ്ടി, കല്യാണം ചെയ്യാൻ വേണ്ടി, വിവാഹം ചെയ്യാൻ വേണ്ടി അടിമക്ക് സമ്മതം കൊടുത്തപ്പോൾ ഒരു നിശ്ചിത മഹർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതിലധികം കൊടുത്താൽ ആരാ ഉത്തരവാദിയാവുക? അതുപോലെ അസാധുവായ നിക്കാഹിൻ്റെ പേരിൽ, വത്തുവിൻ്റെ പേരിൽ, നിക്കാഹിൽ വത്ത് ചെയ്തതിൻ്റെ പേരിൽ മഹർ നിർബന്ധമാകുമല്ലോ. അങ്ങനെ ഉണ്ടല്ലോ, വത്ത് ചെയ്താൽ മഹർ നിർബന്ധമാകും. അപ്പോഴുള്ള മഹർ ആരാ കൊടുക്കേണ്ടത്? അവൻ തന്നെ. ആര്? അടിമ തന്നെ. കസായിദിൻ അലാ മുഖദ്ദരിൻ ലഹു, അടിമക്ക് നേരത്തെ നിശ്ചയിച്ചു കൊടുത്ത മഹറിൽ കൂടുതൽ മഹർ കൊടുത്താൽ അതാരാണോ ഉത്തരവാദിയാവേണ്ടത്? അടിമയാണല്ലോ. അതുപോലെ ഒ മഹരിൻ വജബ വത്തുഇൻ ഫി നിക്കാഹിൻ ഫാസിദിൻ, അസാധുവായ നിക്കാഹിൽ വത്ത് നടന്നു, അതിൻ്റെ പേരിൽ നിർബന്ധമായ മഹറും
അടിമ തന്നെയാണ് വഹിക്കേണ്ടത്. ലമേദൻ ഫീഹി സയ്യിദുഹു, യജമാനൻ സമ്മതം നൽകാത്ത നിക്കാഹാകുമ്പോൾ അസാധുവായ നിക്കാഹാണല്ലോ. ഓക്കെ. ഇനി സ്വന്തം അടിമ സ്ത്രീയെ സ്വന്തം അടിമക്ക് നിക്കാഹ് ചെയ്ത് കൊടുത്താൽ അവിടെ മഹറിൻ്റെ വിഷയം തന്നെ വരുന്നില്ല. കാരണം സ്വന്തം അടിമ സ്ത്രീയാണ്, കൊടുക്കണോ വാങ്ങണോ ഒക്കെ ഒരാൾ തന്നെയാണ്. വലായസ്ബത്ത് മഹറുൻ അസ്ലൻ, തീരെ മഹർ സ്ഥിരപ്പെടുന്നില്ല. ബി തസ്ബീജി അമത്തിൻ ലിയാബ്ദിഹി, തൻ്റെ അടിമ സ്ത്രീയെ അടിമക്ക് വിവാഹം ചെയ്ത് കൊടുത്താൽ. വൈൻ സമ്മാഹു, നിക്കാഹ് ചെയ്യുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, മഹർ പറഞ്ഞാൽ പോലും കൊടുക്കണ്ട. കാരണം കൊടുത്താലും വാങ്ങിയാലൊക്കെ യജമാൻ്റെ കയ്യിൽ തന്നെയല്ലേ വരാനുള്ളത്. വക്കീല യജിബു, നിർബന്ധമാണെന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ സമയസ്കുത്തു, പിന്നെ അത് ബാധ്യത ഒഴിവായി പോകും എന്ന അഭിപ്രായമുണ്ട്. ഇനി സ്വദാക്കിനെ കുറിച്ച് പറയുന്ന പാഠമാണ്. സ്വദക്ക എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞു എന്നൊക്കെയാണല്ലോ അല്ലേ. ഇതൊരു ആത്മാർത്ഥമായ വിവാഹമാണ് എന്ന് സൂചിപ്പിക്കാൻ കൊടുക്കുന്നതാണ് മഹർ. ഒന്നുമില്ലാതെ കണ്ട് കല്യാണം കഴിക്കുമ്പോൾ ഒരു ചൂഷണമൊക്കെ ഉണ്ടാവുമല്ലോ, മനസ്സിലൊന്നുമില്ല, എൻ്റെ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഒരു പ്രതിഫലം വാങ്ങുമ്പോൾ അതിലൊരു ആത്മാർത്ഥം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പ്രതിഫലം കൊടുക്കാൻ തയ്യാറുള്ള ആൾ അതിന് ആത്മാർത്ഥമുള്ള ആളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പൈസ വെറുതെ നഷ്ടപ്പെടുത്തൂലല്ലോ. അപ്പോൾ അതിനു വേണ്ടി കൊടുക്കുന്നതാണ് സ്വദാക്ക്. അത് നിക്കാഹ് ചെയ്താൽ നിർബന്ധമാകും, ബത്ത്ഗ് നടന്നാൽ നിർബന്ധമാകും. ഏതായാലും നിക്കാഹാണ് അസ്ല്. ആ നിക്കാഹ് സ്വദാക്ക് നിർബന്ധമാകുന്നത് ഈ നിക്കാഹ് കാരണമായിട്ടാണ്. മഹ്ർ എന്നും പേരുണ്ട്, ഒക്കെ ഒരേ അർത്ഥത്തിന് തന്നെയാണ് എന്നാണ് പ്രബലം. ഫസ്ലുൻ ബി സ്വദാഖി വഹുവ, സ്വദാഖ് എന്നാൽ മാ വജബ ബി നിക്കാഹിൻ ഔ വത്ഇൻ, നിക്കാഹ് കൊണ്ടോ വത്ത് കൊണ്ടോ നിർബന്ധമാകുന്നത്. അതിന് സ്വത്താകാം, ഉപകാരമാവാം, സ്വർണം തന്നെ ആവണമെന്നില്ല, അത്തറാകാം, കിതാബാകാം, അല്ലെങ്കിൽ നഹ്വ് പഠിപ്പിക്കലാവാം, ഒക്കെ ആവാം, അറബി ഭാഷ പഠിപ്പിക്കലാവാം, അല്ലെങ്കിൽ സ്കൂളിൽ ഒരു പോസ്റ്റ് കൊടുക്കലാവാം, അങ്ങനെയൊക്കെ ആകാം. മാ വജബ ടീച്ചർ പോസ്റ്റ് മാ വജബ നിക്കാഹ്, നിക്കാഹ് കൊണ്ട് നിർബന്ധമാകുന്നത്. ഔ വത്ത് ഇൻ, അല്ലെങ്കിൽ വത്ത് കൊണ്ടല്ല. ആ വത്ത് അല്ല നമുക്കറിയാലോ, ശുബഹൻ്റെ വത്ത്, അസാധുവായ നിക്കാഹിലൊക്കെ ഉള്ള. ഓക്കെ. സുമ്മിയ ബിദാലിക്, സ്വദാഖ് എന്ന് പേരിടാൻ കാരണം ലിശ്ആരിഹി, ആ മഹർ കൊടുക്കുന്നത് അറിയിക്കുന്നുണ്ടല്ലോ. അഷ്അറ, എന്തറിയിക്കുന്നുണ്ട്? അറിയിച്ചു. ബിസ്ദിഖി റഗബത്തി ബാദിലിഹി, അത് കൊടുക്കുന്ന വ്യക്തിക്ക് ആഗ്രഹം സത്യസന്ധമാണെന്ന്. റഗബത്ത് ആഗ്രഹം, ബദല എന്നാണ് കൊടുത്തു, ബാദിൽ കൊടുക്കുന്നവൻ്റെ ആഗ്രഹം സത്യസന്ധമാണ് എന്നറിയിക്കുന്നുണ്ടല്ലോ. നിക്കാഹി, നിക്കാഹി ചെയ്യാനുള്ള ആഗ്രഹം. അല്ലദീ ഹുവൽ അസ്ലു ഫി ഇജാബിഹി, നിക്കാഹാണല്ലോ സ്വദാക്ക് കൊടുക്കുന്നതിൽ അടിസ്ഥാനമായിട്ടുള്ളത്. നിക്കാഹ് ഉണ്ടെങ്കിലല്ലേ സ്വദാക്ക് കൊടുക്കേണ്ടുള്ളൂ. അപ്പം നിക്കാഹിൽ താല്പര്യമുണ്ട്. അല്ലദീ, എങ്ങനെയുള്ള നിക്കാഹ്, ഹുവൽ അസ്ലു, അതാണല്ലോ അടിസ്ഥാനം, ഫി ഇജാബിഹി, മഹർ നിർബന്ധമാക്കുന്നതിലുള്ള. ഓക്കെ. യഖാലു ലഹു ഐദൻ, മഹർ എന്നും പറയാറുണ്ട്. വക്കീല, ഒരഭിപ്രായം മഹറും സ്വദാഖും രണ്ടർത്ഥമാണ്. അസ്വദാഖു മാ വജബ ബി തസ്മിയത്തിൻ ബിൽ അഖ്ദി, നിക്കാഹിൻ്റെ അഖ്ദിൽ പറയുമ്പോൾ നിർബന്ധമാകുന്നതിനാണ് സ്വദാഖ് എന്ന് പറയുക. മഹർ എന്ന് പറഞ്ഞാൽ മാ വജബ ബി ഗൈരി ദാലിക, നിക്കാഹിൻ്റെ സീഗയിൽ പറയാതെ നിർബന്ധമാകുന്നത്, മറ്റ് കാരണങ്ങളെ കൊണ്ട് നിർബന്ധമാകുന്നത്. ചിലപ്പം നമ്മളൊക്കെ സാധാരണ കേൾക്കലിപ്പോൾ എന്താ, നിക്കാഹ് നടക്കുമ്പോൾ സീഗയുടെ കൂട്ടത്തിൽ തന്നെ ഇന്ന മഹറിന് പകരം നിക്കാഹ് ചെയ്തെന്നു എന്നാ. അത് പറയൽ നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ മകളെ എനിക്ക് കെട്ടിച്ചു തന്നു, സ്വീകരിച്ചു. നമ്മളിപ്പോൾ നാളെ നിക്കാഹിൻ്റെ സ്വീഹ പറഞ്ഞെടുത്ത് മഹറിൻ്റെ വാചകം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. സബ്ബിജ്തുക ബിൻതി ഖബിൽതു നിക്കാഹഹ, ഇത്രയേ ഉള്ളൂ, നിക്കാഹ് സ്വയ്യാകും. അപ്പോൾ ഇങ്ങനെ നിക്കാഹിൽ തന്നെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്വദാഖ് എന്നും, പറയാതെ നിർബന്ധം പറഞ്ഞിട്ടില്ലെങ്കിലും സ്വദാഖ് നിർബന്ധമാകുമല്ലോ, അതിന് മഹർ എന്നും പറയുന്നു. ഏതായാലും അഖ്ദിൽ പറയൽ സുന്നത്താണ്. ഇസന്നു സുന്നത്താണ്. വലു തസ്വീജ അമത്തിഹി ബി അബ്ദിഹി, തൻ്റെ അടിമ സ്ത്രീയെ തൻ്റെ തന്നെ അടിമയോട് കെട്ടിക്കുന്നതാണെങ്കിൽ പോലും ദിക്റു സദാഖിൻ, സദാഖ് പറയൽ സുന്നത്താണ്. ഇസന്നുവിന് നായിഫായിലാണ് ദിക്റു, സദാഖിൻ മുദാഫിലൈ. ഫി അഖ്ദിൻ, അഖ്ദിൽ തന്നെ പറയൽ സുന്നത്താണ്. മത്തിന് ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ മത്തിനാണ് വായിക്കുന്നത്.
വമാ സഹ സമനൻ സ്വഹ സദാഖൻ. എന്താണ് മഹർ കൊടുക്കാൻ പറ്റുക? വിലയാകാൻ പറ്റുന്നതെല്ലാം സ്വദാഖാകാനും പറ്റും. ഒരു സാധനത്തിൻ്റെ വിലയാകാൻ പറ്റുന്നതൊക്കെ ശുദ്ധിയുള്ള ഉപകാരപ്രദമായ ഒരു സമ്പത്തിനോട് ഒരു വില കൽപ്പിക്കപ്പെടുന്ന സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു വിലയാകാൻ പറ്റുന്നതെല്ലാം സ്വഹ കൗനുഹു സ്വദാഖൻ, അത് സ്വദാഖാകാനും പറ്റും. അപ്പോൾ 1 റുപ്യക്ക് മിഠായി വാങ്ങാറില്ലേ? 1 റുപ്യാകാം, ഒരു മിഠായി ആവാം, മിഠായി എന്നൊക്കെ പറയും. ഏതായാലും മഹർ പെണ്ണിൻ്റെ അവകാശമാണ്. ഈ മഹർ കിട്ടുന്നത് വരെ സ്ത്രീ അയാൾക്ക് വഴങ്ങി കൊടുക്കാതിരിക്കാം, അതിനുള്ള അവകാശം അവൾക്കുണ്ട്. ഈ മഹർ 2 രീതി കൊടുക്കാം. അവധി പറഞ്ഞു കൊടുക്കുക, അവധി ഇല്ലാതെയും കൊടുക്കാം. അടുത്ത വർഷം തരുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ തടഞ്ഞു വെക്കാൻ പറ്റില്ല, വഴങ്ങി കൊടുത്തേ പറ്റൂ. കാരണം അവധി പറഞ്ഞിട്ടുണ്ട്, മുഅജ്ജലായിട്ടുണ്ട്. മുഅജ്ജലല്ലാത്ത അവധി പറയാത്ത മഹറുണ്ടല്ലോ, അത് കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ അവൾ വഴങ്ങി കൊടുക്കാതിരിക്കാം. വലഹ മത്തിനാണ് വായിക്കുന്നത്. സ്ത്രീക്ക് അധികാരമുണ്ട് ഹബ്സു നഫ്സിഹ, ശരീരത്തെ പിടിച്ചു വെക്കാം, തടഞ്ഞു വെക്കാം. ലി തഖ്ബിള ഗൈറ മുഅജ്ജലിൻ, അവധി പറഞ്ഞതല്ലാത്ത മഹർ സ്വീകരിക്കുന്നത് വരെ, അവധി പറഞ്ഞതല്ലാത്ത മഹർ കൈപ്പറ്റുന്നത് വരെ. തഖ്ബിള കൈപ്പറ്റിന, ഖബല യഖ്ബിളു കൈപ്പറ്റുന്നത് വരെ. ലി തഖ്ബിള കൈപ്പറ്റുന്നത് വരെ. അപ്പോൾ അവധി പറഞ്ഞതാണെങ്കിൽ പിന്നെ നേരത്തെ അവൾ സമ്മതിച്ചിട്ടുണ്ടല്ലോ, മഹർ പിന്നെ കിട്ടുള്ളൂ എന്ന് സമ്മതിച്ചതോടുകൂടി പിന്നെ അവൾ ശരീരം ഏൽപ്പിച്ചു കൊടുക്കണം. ഇനി ഇതൊക്കെ മഹറാകാൻ പറ്റുമെങ്കിലും മഹർ പറയാത്ത സാഹചര്യങ്ങളിൽ ഒരു മഹറുണ്ട്, അത് എത്ര കൊടുക്കേണ്ടതെന്നൊരു ചോദ്യം വരും അല്ലേ? മഹറൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ പിന്നെ എത്രയും മഹർ? തിരക്കാകാൻ പാടില്ലല്ലോ. മഹർ മിസ്ല് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. മഹർ പറഞ്ഞാൽ മഹർ മിസ്ലാവാം, അതിൻ്റെ താഴെയാകാം, മേലെയാകാം. അതൊക്കെ വേറൊരു മസലയാണ്, അത് പറ്റുമോ പറ്റൂലേ എന്നൊക്കെ. മഹർ മിസ്ല് എന്ന് പറഞ്ഞാൽ അവളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് നാട്ടിൽ കിട്ടുന്ന, കുടുംബത്തിൽ കിട്ടുന്ന മഹർ എന്നാണ്. 2 പവന് എന്നോ 3 പവന് എന്നൊക്കെ. അപ്പോൾ ചില പെൺകുട്ടികളെ മഹർ മിസ്ലിനേക്കാൾ കുറക്കാൻ പറ്റില്ല കെട്ടിക്കുമ്പോൾ. ചില കുട്ടികളെ കെട്ടിക്കുമ്പോൾ മഹർ മിസ്ലിനേക്കാൾ കെട്ടിക്കാൻ പറ്റില്ല. നോക്കൂ, വലോ അങ്കഹ സഗീറത്തൻ, ഒരു രക്ഷിതാവ് പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയെ വിവാഹം ചെയ്തു. ഔ റഷീദത്തൻ ബിക്രൻ, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ കന്യകയായൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. ബിലായിദിനിൻ, സമ്മതല്ലാതെ. ബിദൂനി മഹ്രി മിസിലിൻ, മഹർ മിസിലിനേക്കാൾ കുറഞ്ഞതുകൊണ്ട് നിക്കാഹ് ചെയ്തു കൊടുത്തു. ഇപ്പോൾ റഷീദത്തും ബിക്രുമായ പെൺകുട്ടിയെ സമ്മതമില്ലാതെ കെട്ടിക്കാൻ ആർക്ക് അധികാരമുണ്ട്? വാപ്പാക്കും വലിയാപ്പാക്കും അധികാരമുണ്ടല്ലോ. ഏതായാലും സമ്മതമില്ലാതെ കെട്ടിക്കുകയാണ്, ആര് കെട്ടിക്കുകയാണെങ്കിൽ വേണ്ടില്ല, സമ്മതമില്ലാതെ കെട്ടിച്ചു. ബിദൂനി മഹ്രി മിസിലിൻ, മഹർ മിസിലിനേക്കാൾ കുറഞ്ഞ സംഖ്യക്ക് കെട്ടിച്ചാൽ. ഔ അയ്യനത്തുലഹു ഖദറൻ, അതല്ലെങ്കിൽ ഈ പ്രായപൂർത്തിയായ കന്യകയായ പെൺകുട്ടി നിർണയിച്ചു കൊടുത്തിരുന്നു ഖദറൻ, മഹറിനൊരളവ്. പക്ഷേ ഫനഖസ അൻഹു, അതിനേക്കാൾ കുറച്ചു ആര്? രക്ഷിതാവ്. ഇവിടെയൊക്കെ അയാൾ നടത്തിയ മഹറിനല്ല നിക്കാഹ് സ്വഹിയാവുക, നടന്ന മഹറിനല്ല നിക്കാഹ് സ്വഹിയാവുക. സ്വഹബി മഹ്രി മിസിലിൻ, മഹ്ർ മിസിലിനാണ് നിക്കാഹ് സ്വഹിയാവുക. മറ്റൊന്നുകൂടെ നോക്കൂ. വലു അങ്കഹ സ്വഗീറത്തൻ, ഒരു ചെറിയ പെൺകുട്ടിയെ ഒരാൾ കല്യാണം കഴിച്ചു കൊടുത്തു, രക്ഷിതാവ്, അല്ലെങ്കിൽ ഭ്രാന്തിയായ ഒരു പെൺകുട്ടിയെ. ഔ റഷീദത്തൻ ബിക്രൻ, അല്ലെങ്കിൽ ബിക്രായ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ. റഷീദത്ത് എന്ന് പറയുമ്പോൾ അതാർത്ഥം തൻ്റെ ഇടമുള്ള കുട്ടി, സമ്മതമൊന്നും വാങ്ങിയിട്ടില്ല. അത് ബിദൂനി മഹ്രി മിസിലിൻ, മഹ്ർ മിസിലിൻ്റെ നേക്കാൾ കുറഞ്ഞതിന് നിക്കാഹ് ചെയ്ത് കൊടുത്താൽ. അല്ലെങ്കിൽ അയ്യനത്ത്, ഈ പെൺകുട്ടി നിർണയിച്ചു കൊടുത്തിരുന്നു, അയ്യനാറ നിർണയിച്ചു, ലഹു രക്ഷിതാവിന് ഖദറൻ, ഒരു മഹറിൻ്റെ അളവ്. ഫനഖസ മിൻഹു, അയാൾ അതിലും കുറച്ചാൽ. ഇനി അവൾ ഒന്നും പറഞ്ഞിട്ടില്ല, മഹർ എത്രയൊന്നും പറഞ്ഞിട്ടില്ല, നിക്കാഹ് ചെയ്യാൻ സമ്മതം കൊടുത്തിട്ടുള്ളൂ, മഹറിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല, മഹർ മിസിനേക്കാൾ കുറച്ചു.
ഔ അത്ലഖത്തിൽ ഇതിന്, അല്ലെങ്കിൽ സമ്മതം നിരുപാധിക സമ്മതമാണ് നൽകിയത്. വലം തതാറദ് ലിമഹ്ലി, മഹറിനെ കുറിച്ച് അവൾ ഒന്നും പറഞ്ഞിട്ടില്ല. താറദ പറഞ്ഞു, വെളിവായി സൂചിപ്പിച്ചിട്ടൊന്നുമില്ലെങ്കിൽ ഫനഖസാൻ മഹരി മിസ്ലിൻ സഹ നിക്കാഹു അല സഹി, മഹർ മിസ്ലിനാണ് നിക്കാഹ് സഹിയാവുക. കാരണം പറയപ്പെട്ട മഹർ അസാധുവായി തീർന്നിട്ടുണ്ട്. അതിനാ മുസമ്മാന്ന് പറയാം, പറയപ്പെട്ടത്. അടുത്തത്, അസാധുവായ നിക്കാഹിൽ വത്ത് നടന്നാലും മഹർ മിസ്ലാണ് കൊടുക്കേണ്ടത്. അവിടെ പറയപ്പെട്ട മഹറല്ല കൊടുക്കേണ്ടത്. വഫീ വത്ത് ഈ നിക്കാഹിൻ ഫാസിദിൻ, അസാധുവായ നിക്കാഹിൻ്റെ വത്തിൽ, അല്ലെങ്കിൽ അടിമസ്ത്രീനെ വാങ്ങിയതാണ് അസാധുവായിട്ട്, ആ വത്തിൽ ശുബഹൻ്റെ വത്ത് അവിടെയൊക്കെ യജിബു മഹർ മിസ്ലിൻ, അവിടെ ഈ മഹർ മിസ്ലാണ് നിർബന്ധമാവുക. അവളെ കുടുംബത്തിൽ അവളെ പോലെയുള്ള സ്ത്രീകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മഹർ, അവളെ സഹോദരിമാർക്കും ഇളയമാർക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കാരണം അയാൾ അവളുടെ ബുളഅ ഉപയോഗിച്ചു എന്നതാണ് കാരണം മഹർ മിസ്ലിൻ. ഇനി എന്താ പറയുന്നതെന്നറിയോ നിങ്ങൾ? മഹർ ചിലപ്പോൾ മുഴുവൻ കൊടുക്കൽ നിർബന്ധമില്ലാത്ത ചില മസലകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ തീരെ കൊടുക്കേണ്ടതില്ലാത്ത സാഹചര്യമുണ്ട്. നിക്കാഹ് കഴിഞ്ഞു, ഭർത്താവ് ഭാര്യൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വാഹനാപകടത്തിൽ മരിച്ചു. അവിടെ മുഴുവൻ മഹറും അവൾക്ക് കിട്ടും. മരിച്ചതല്ലേ, മുഴുവൻ മഹറും കിട്ടും. വത്ത് നടക്കലോടുകൂടെയും മുഴുവൻ മഹറിനും അവൾ അർഹത നേടും. രണ്ട് കാര്യമായി. മൂന്നാമത്തത്, നിക്കാഹ് നടന്നു, പക്ഷേ വത്തിൻ്റെ മുമ്പ് തന്നെ അവളുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തി. അവൾ വേർപ്പെടുത്തിയാൽ മഹർ തീരെ കിട്ടില്ല. വത്തിന് മുമ്പ് വിവാഹബന്ധം അവൾ കാരണമായി വേർപ്പെടുത്തിയാൽ, ഉദാഹരണം ഫസ്ഖ് ചെയ്തു, നോക്കിയപ്പോൾ അയാളെ പറ്റൂല, ഐബുണ്ട്, അല്ലെങ്കിൽ അയാൾ പച്ച സാധുവാണ്, മൊയ്സിറാണ്, അല്ലെങ്കിൽ അവൾ മുർത്തദ്ദായി, അല്ലെങ്കിൽ അവൾ കാരണമായിട്ട് ഭർത്താവ് എന്ത് ചെയ്തു, അവളിൽ ഐബ് കണ്ടപ്പോൾ മാനിടാൻ വേണ്ടി നോക്കിയപ്പോൾ അവൾ നല്ല ഭ്രാന്തിയായിട്ട് കണ്ടു. പിന്നെ വത്തുവിനൊന്നും നിന്നിട്ടില്ല, അവിടെ രാപ്പറക്കാനൊന്നും അയാൾ കൂട്ടാക്കിയില്ല. എന്ത് ചെയ്തു, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ഭ്രാന്തി ഉണ്ട് എന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ അയാൾ നിക്കാഹ് അങ്ങ് ഫസ്ഖ് ചെയ്തു. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു മഹറും അവൾക്ക് കിട്ടൂല, പറഞ്ഞ മഹർ കിട്ടൂല എന്നർത്ഥം. ഓക്കെ. ഇനി നിക്കാഹ് കഴിഞ്ഞു, കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു, വീട്ടിലൊന്നും കൂടിയിട്ടില്ല, ഓരോ ഒന്നിച്ച് കടന്നിട്ടും മറ്റുള്ള സംഗതികളൊന്നും ഉണ്ടായിട്ടില്ല. അതിനിടയ്ക്ക് ഒരു തെറ്റിപ്പിരിഞ്ഞു, തലാഖല്ലേ, ഭർത്താവ് തലാഖല്ലേ. അവിടെ പകുതി അവൾക്ക് കിട്ടും, പകുതി അയാൾക്ക് കൊണ്ടുപോകാം. അതായത് ഓളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വാങ്ങാമെന്നർത്ഥം. അല്ലെങ്കിൽ അയാൾ നിക്കാഹ് ഫസ്ഖ് ചെയ്തു, അയാൾ മുർത്തദായതിന് വേണ്ടി നിക്കാഹും ഫസ്ഖായി, അല്ലെങ്കിൽ ഹുൽ ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടൊക്കെ പകുതി കിട്ടും. വധുവിന് മുമ്പ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണല്ലോ ശ്രദ്ധിക്കുക. തഖററു കുല്ലു, മുഴുവൻ സദാക്കും സ്ഥിരപ്പെടുന്നതാണ് ബി മൗത്തിൻ, ഭാര്യ ഭർത്താക്കളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ മരണപ്പെടൽ കൊണ്ട്. അത് വധുവിന് മുമ്പാണെങ്കിലും അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ നാട്ടിലൊക്കെ അല്ലേ. ഔ വത്ത് ഇൻ, അല്ലെങ്കിൽ വത്ത് നടന്നാലും മുഴുവൻ മഹറും സ്ഥിരപ്പെടും, അവൾക്ക് കിട്ടും. അപ്പോൾ ഒരു 3 പവൻ മഹർ വെച്ചിട്ടുണ്ടെങ്കിൽ 3 പവനും കിട്ടും. വയസ്കുത്തു, മുഴുവൻ മഹറും അവൾക്ക് നഷ്ടപ്പെടും. ബി ഫിറാഖിൻ ഖബലഹു, വത്തിന് മുമ്പ് അവളിൽ നിന്നുള്ള വിവാഹമോചനം സംഭവിക്കൽ കൊണ്ട്. ബി ഫിറാഖിൻ, വിവാഹമോചനം സംഭവിച്ചു, ഖബലഹു, വത്തിന് മുമ്പ്. ഫസ്ഖിയ, ഉദാഹരണം അവൾ ഫസ്ഖ് ചെയ്തു, അവൾ നിക്കാഹ് ഫസ്ഖ് ചെയ്തു. നേരത്തെ പറഞ്ഞില്ലേ, ആയബൊക്കെ ഉണ്ടായ ഫസ്ഖ് ചെയ്ത, അല്ലെങ്കിൽ നിക്കാഹിൽ പറഞ്ഞ ഷർത്തുകളൊന്നും പാലിച്ചിട്ടില്ലെങ്കിൽ ഫസ്ഖ് ചെയ്യുക എന്ന് പറഞ്ഞില്ലേ. ഇത്തരം കാരണങ്ങളെ കൊണ്ട് ഫസ്ഖ് ചെയ്യൽ കൊണ്ടോ മറ്റോ അവളുടെ ഭാഗത്തിൽ നിന്ന് വിവാഹമോചനം സംഭവിച്ചാൽ അവിടെ മഹർ മുഴുവൻ നഷ്ടപ്പെടും. വത്തുവിന് മുമ്പ് കേട്ടോ, വത്തുവിന് ശേഷമാണെങ്കിൽ മുഴുവൻ കിട്ടും. യതശത്തറുൽ മഹ്റു, മഹർ പകുതിയാകും. ഷത്തർ എന്ന് പറഞ്ഞാൽ പകുതി. യതശത്തറുൽ മഹ്റു, തശത്തറ ബി ത്വലാഖിൻ, ത്വലാഖ് ഭർത്താവാണല്ലോ ചെയ്യുക, അല്ലെങ്കിൽ ഹുല്ലേ, ത്വലാഖ് കൊണ്ടൊക്കെ മഹർ പകുതിയാകും. അപ്പോൾ 1.5 പവൻ 3 പവൻ സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ
1.5 പവന് ഓൾക്കുള്ളതാണ്. 1.5 പവൻ അവൾ എന്ത് ചെയ്യണം? അയാൾക്ക് തിരിച്ചു കൊടുക്കണം. അത് ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണ്. മറ്റേ ആളെ സ്വത്താണത്, പാടില്ല. അവൾ പകുതി തിരിച്ചു കൊടുക്കണം. വത്ത് നടന്നണോ അല്ലേ എന്നുള്ള തർക്കം എന്നാൽ എന്ത് ചെയ്യും? സുദ്ദ ഖനാഫി വത്തീൻ, വത്തിനെ നിഷേധിക്കുന്ന ആളുടെ വാദമാണ് കോടതിയിൽ സ്വീകരിക്കപ്പെടുക. ഓക്കെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വജഅലല്ലാഹു മിനസ് സ്വാലിഹീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി